ഈ കിതാബിന്റെ പേരെ തന്നെ തുഹഫ. ഇതിലും വലിയ കിതാബൊന്നുമില്ല കേട്ടോ. ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫയാണ്. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു വ്യാഖ്യാന ഗ്രന്ഥമാണ് ശർവാനി. വയസ്സന്നു സുന്നത്താണ് ഐ യംകുസ മുഅ്തകിഫൻ, ഈതികാഫിലായിട്ട് നിലകൊള്ളൽ ഇലാ സ്വലാത്തിൽ, ഈ പെരുന്നാൾ നിസ്കാരം വരെ. ഈ 10 കടക്കുന്നതിന് മുമ്പ് തന്നെ ഈതികാഫ് തുടങ്ങും വേണം. 10 തുടങ്ങൽ ഇപ്പോൾ നാളെ മരുവിനാ നമുക്കൊക്കെ. അപ്പോൾ നാളെ മരുവിൻ്റെ ദിവസമല്ല, നാളെ അസറിൻ്റെ ദിവസം തന്നെ പോയിട്ട് തുടങ്ങണം. ഇതാണ് അമല്. വേണമെങ്കിൽ മനസ്സിലാക്കുള്ളൂ, പറഞ്ഞൊന്നുമില്ല എന്ന് പറയരുത്. ഇതാരും പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ ചിലരൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, ആയാലും വർത്താനം പറയരുത്. എന്നിട്ട് നീക്കത്തോടെ വെച്ചോളൂ, ഇതൊക്കെ ചെയ്യണം, ഇത് ചെയ്യാനുള്ളവരാണ്, ഞാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. നമുക്ക് അള്ളാഹിനോടൊന്ന് ഒരു ദുആ ചെയ്തോളി, അള്ളാഹ് എളുപ്പമാക്കി തരും. ഈ പെരുന്നാൾ നിസ്കാരം വരെ ഇത്തികാഫ് തന്നെ നിലയ്ക്കാം. പിന്നെ 10 തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് ഇത്തികാഫിലേക്ക് വരാം. അവസാനത്തെ 10 ഈത്തികാഫ് ഇരിക്കുന്ന ആൾക്ക് അത്യാവശ്യമാണ് യദ്ഖുൽ മസ്ജിദ, പള്ളിയിലേക്ക് വരൽ. പിന്നെ 21 രാത്രിൻ്റെ മുമ്പായിട്ട്. 21 രാത്രി നാളെ മഗ്‌രിബിൻ്റെ ശേഷമാണ്. നാളെ പകൽ 20 മഗ്‌രിബാൻ കൊടുത്ത 21 മഗ്‌രിബിൻ്റെ ശേഷം കയറിയാൽ 10 ഫുള്ളായിട്ട് കിട്ടൂല. മനസ്സിലാവുണ്ടോ? അതിൻ്റെ ഏറ്റവും മുന്തിയ കോലും അങ്ങനെയാണ്. വിത്തർ തറാവിൻ്റെ ശേഷം അല്ല നല്ലത്. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. വിത്തർ ഏറ്റവും നല്ലത് തഹജ്ജുദിൻ്റെ നേരത്താണ്, സഹറിൻ്റെ ടൈമിനാണ്. അവിടെ ജമാഅത്ത് കിട്ടുന്നില്ലെങ്കിൽ പോലും അതാണ് നല്ലതെന്നാണ് മനസ്സിലാക്കുക. നാളെ മുതൽച്ച് തറാവിൻ്റെ ശേഷം വിത്തർ നിസ്കരിക്കരുത്. 11 റക്അത്ത് നീട്ടി നിസ്കരിക്കുക. നീണ്ട ഓത്തും നീണ്ട റുക്കുവും സുജൂദൊക്കെ ആയിട്ട് അത് പള്ളിക്ക് തന്നെ ആക്കാൻ പറ്റുക. ജമാഅത്തിന് പോകാം. ഈ പള്ളിയിലുണ്ടാവും ഇവിടെ അപ്പോൾ എന്നുണ്ട് ആ ജമാഅത്ത്. അതിലും ആർക്കും വേണമെന്ന് കൂടാം. ഓർക്കുള്ള കട്ടഞ്ഞായും മണ്ടിക്കാമ്പും മുന്തിരിയൊക്കെ ഇവിടെ കൊടുക്കും. എനിക്ക് റെഡിയാണ്, എനിക്ക് തിരക്കാണ് ഇവിടെ. മുഅ്മിനീങ്ങളെ, തറാവിൻ്റെ ദിവസം വിത്തർ നിസ്കരിക്കരുത്. വിത്തർ സഹറിൻ്റെ സമയത്ത് നിസ്കരിക്കുക. പള്ളിയിൽ നിന്ന് കുറച്ചാളൊക്കെ ഉണ്ട് ജമാഅത്തായിട്ട്, നല്ല നീണ്ട ജമാഅത്തായിട്ട്. റമദാനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് തോന്നണ്ടേ? റസൂലുള്ള ചെയ്ത ഇതാണ്, അവസാനത്തെ 10 ദിവസവും പള്ളിയിലാണ്. ആ ഡോറിൻ്റെ അപ്പുറത്ത് ആയിഷാബി കിടക്കണം, അങ്ങോട്ട് പോരാ. അതാണ് സുന്നത്ത്. അത് മുഅക്കദായ സുന്നത്താണ്. അതിനാണ് ഈത്തികാഫ് എന്ന് പറയുക. 10 ദിവസം ഈത്തികാഫ് ഞാൻ കരുതിയാണ് ഇരുന്നാൽ പിന്നെ കക്കൂസ് പോയതിനാൽ മൂത്രമൊഴിച്ച് വരുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും എല്ലാവർക്കും അറിയാലോ. 10 ദിവസം ഈത്തികാഫിന് കരുതി എന്നിട്ട് നിയത്തും വെച്ചാണ്ടിരുന്നാൽ മൂത്രമൊഴിക്കാനും പോകാം, എനിക്ക് പോകാം. ദായമായിട്ട് 360 ദിവസവും തീരെ ഉറങ്ങാതെ അന്തിക്ക് രാത്രി ഇബാദത്ത് കറാത്താണ്. കാരണം തടിനെ ക്ഷീണിപ്പിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. അവിടെ ദവാം എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, കലാകാലം. ഇങ്ങോട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനത്തെ 10 ഫുള്ളായിട്ട് ഉറക്കം വയ്ക്കുക എന്നുള്ളതിനെതിരല്ല. അത് കുറച്ച് ദിവസമേ ഉള്ളൂ. അത് റസൂലുള്ള ചെയ്തതാണ്. തീരെ ഉറങ്ങാതെ, തീരെ അല്ല. ഞാൻ ഒരു ബോൾ പറയില്ല, ചില കുറച്ച് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ, അതിന് കുറച്ച് ഉറങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ അത് നല്ലൊരു ബളാണ്. തഹജ്ജുദ് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചൂടെ? അത് ഉറങ്ങിയോല് പിന്നെ നീച്ച് നിസ്കരിക്കുമ്പോൾ അതിന് ഭയങ്കര കൂലാണ്. തീരെ ഉറങ്ങാതെ നിസ്കരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മേലല്ല അത്. അപ്പോൾ തീരെ ഉറങ്ങാതെ നിസ്കരിക്കാൻ എന്നും ഒക്കെ പറ്റൂല. ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ സുന്നത്തുള്ളൂ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് ഈ 10 ദിവസമാണ്. ഞാൻ എൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് പറയാണ്ട് നമുക്ക് നാളെ പറയാം.